പരിധിക്ക് പരിശുദ്ധ പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പ അങ്ങയുടെ പാദപീഠത്തെ കടന്നു വരുന്ന ഡാഡി. താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ ഈവനിങ് ഡാഡി. Kodala Rabbi Kabasi Andararaba Papa your Savior, hallelujah. We praise you, we lift up your name, Jesus. Appa, hallelujah. You are our Savior, Redeemer. You are our rock and fortress, Daddy. You are our living water. You are the bread of life. Hallelujah. You are our peace in the storm, Daddy. You are our strong tower. You are our light in the darkness, Daddy. Atharalaba Shika Baba Ritharalaba Ori Bigereke Shika Baba 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 Ori Baba Rabba Sika Rabba Ridike. You are our healer and deliverer, Daddy. You are our joy and song. You are our shield and protector, Papa. Oh, Daddy Jesus, we praise you. We lift up your name, Jesus. Hallelujah. Oh, Rikalabarasya. You are our righteousness. You are our eternal life. You are our helping trouble. You are our provider and sustainer, Daddy. Alpha and Omega. Our great high priest. We lift up your name, Jesus, this night, Daddy. Oh, thank you, Jesus, for this wonderful night. Thank you, Jesus, for your grace to join. Hallelujah. Hallelujah. To conduct this meeting, Daddy. Oh, Holy Spirit. Hallelujah. Take control over this meeting. കർത്താവേ കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാ വേഗ കൂട്ടി വരുത്തണമേ അപ്പ. കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണമേ കർത്താവേ. ഇന്ന് രാത്രി കടന്നു വരുന്ന അങ്ങയുടെ ദാസനെയും തിരുകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴത്തിൽ നാൾമേറെ വെളിപ്പാടിനാൽ ഓ ഗ്ലോറിയ ശുശ്രൂഷ ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടിരോ നാമോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ശക്തിയോടെ വചനം ഘോഷിപ്പാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് കടന്നു വരുന്നവരെല്ലാം അപ്പ അങ്ങയുടെ പാത്തി സമർപ്പിക്കുന്ന തമ്പുരാനെ. ഹല്ലേലൂയ. കടന്നു വരുന്നവരുടെ എല്ലാ വിഷമങ്ങളും ഭാരങ്ങളും മുറിവുകളും എൻ്റെ അപ്പച്ചൻ അറിയുന്നല്ലോ അപ്പ. എൻ്റെ ദൈവം അവർക്ക് ആശ്വാസമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. Hallelujah. Ribalaba. We are praying for Teresa sister, Daddy. Oh, Rikalaba Ritharalaba. Uribike Shikababa Ritharalaba. Oh, Rikalaba, the things that she is going through, Daddy. Oh, only you know, Daddy. Kudala Rabika Baba Baba. Oh, കർത്താവിൻ്റെ ശക്തി ഇപ്പോൾ മകളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. സിസ്റ്ററെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ് സകലരെയും നമ്മളെ വിട്ടു പോകുമ്പോൾ കർത്താവേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുമല്ലോ കർത്താവേ. You are the God who strengthens us, Daddy. You are the God who lifts our head, Daddy. Utala bikaba karisa kababa urini mikele keshika mama nitiriti kalaba. അപ്പാ കഴിഞ്ഞ ഒരാഴ്ച കാലം എൻ്റെ കർത്താവ് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു അപ്പാ. ഹല്ലേലൂയ. എല്ലാറ്റിനും എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് കർത്താവേ. ഓ ചുറ്റുമുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് കർത്താവെ അങ്ങ് ഞങ്ങളിലൂടെ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സ്തോത്രം ചെയ്യുന്ന അപ്പ. രോഗത്തിലായിരുന്ന അവസ്ഥ ഓ കർത്താവെ കൊടുത്ത വിടുതലുകൾക്ക് സൗഖ്യത്തിന് എല്ലാറ്റിനും എൻ്റെ അപ്പച്ചനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങളുടെ പാട്ടും ആരാധനയും സ്തുതിയും ഒക്കെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണമേ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് എൻ്റെ അപ്പച്ചനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. വർക്ക് പ്ലേസിലായിരിക്കുന്നല്ലോ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ എല്ലാവരെയും എൻ്റെ അപ്പ അനുഗ്രഹിക്കണമേ അപ്പ. Let the angels cover all of us, Daddy. Odhala bikaba kashika mama nidiridi udibike shika baba ritharalaba. ജയിച്ചവനാണല്ലോ കർത്താവേ ഞങ്ങളുടെ ഉള്ളത്തിൽ ഇരിക്കുന്നത്. Hope of the glory, Christ, the hope of the glory is inside us. We have everything in us, Daddy. Oh, it's you. Hallelujah. കർത്താവേ അങ്ങാടി നിമിഷം വരെ ഞങ്ങളെ നടത്തിയത് അപ്പ അങ്ങയുടെ കൃപയാലാണ് കർത്താവേ. Thank you, Jesus, for this wonderful meeting this night, Daddy. Oh, കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടി വരുത്തണമേ. അങ്ങയുടെ ദാസൻ
ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന വഴിയാണല്ലോ കർത്താവേ. 8:30 തന്നെ വന്ന് മീറ്റിങ്ങിനകത്ത് കയറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങളോട് ഇടപെട്ടത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നതിനായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാ മഹത്വവും അപ്പച്ചൻ എടുത്താട്ട് ഈ ദിവസങ്ങൾ അത്ഭുതങ്ങളുടെ ദിവസമാണെന്ന് എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തല്ലോ. പുതിയ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തല്ലോ കർത്താവെ. അതിനായി എൻ്റെ കർത്താവിനെ നദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. Thank you Jesus for all the miracles that you have given me Daddy. ഞാൻ പോലെ എക്സ്പെക്ട് ചെയ്യാതെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല അപ്പാ. ഞങ്ങളുടെ പ്രിയ ദേവദാസിനെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ചേർച്ചിലെ അഭിഷിക്തനെ ഹല്ലേലൂയ ഓ ഷീഖാറാബ എല്ലാ പ്രോഫറ്റ്സിനെ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബ്ലസ് ഈച്ച് ആൻഡ് എവ്രി വൺ Daddy. ഓ റീഖാറാബ സീഖാറാബ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കർത്താവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ അടിയന്റെ ഡിവൈസിനെ എല്ലാ യേശുക്രിസ്തു രക്താൽ കവർ ചെയ്ത് മുദ്രയിടുന്നു. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചനയെ അർപ്പിച്ച് കേട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാമല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരവരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ നിറവല്ലോ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യ നിറവല്ലോ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരവരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എൻ്റെ
ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷാസ്ഥാനം കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. കാർമുകിലാകുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ നമുക്കൊരു സൂര്യശോഭ കാണാൻ കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ. റികാലബ ശിഖറബ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും വിഷമങ്ങളും കയ്പ് തരുന്ന അവസ്ഥയാണെങ്കിലും അത് പിന്നത്തേതിൽ ഹല്ലേലൂയ, അതാണ് കർത്താവിൻ്റെ വചനം റോമാലേഖനത്തിൽ പറയുന്നത്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. എവറിത്തിങ് വിൽ എൻഡ് ഇൻ അവർ ഗുഡ്. ഹല്ലേലൂയ. റികാലബ ശിഖറബ റിതെരബെ. അത് അവസാനം മധുരമായി തീരും. ഹല്ലേലൂയ. അപ്രകാരമുള്ള എത്ര അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേഗം വചനത്തിലേക്ക് കയറാം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞേക്കണേ. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് നമുക്ക് എത്ര പേർക്കറിയാം വി ഹാവ് ആൻ അതോറിറ്റി ഓവർ എവറിത്തിങ് ഇൻ ദിസ് എർത്ത്. നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഓരോ ദൈവ പൈതലിനും അധികാരം ഉള്ളവരാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ലെന്ന് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്ത് നമുക്ക് ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കാം. ഇതാർക്കാണ് ദൈവമക്കളെ കിട്ടുന്നത്? വിശ്വസിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. യേശു അരുളി ചെയ്തു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അല്ലേ? എൻ്റെ നാമത്തിൽ നിങ്ങളെ ഭൂതങ്ങളെ പുറത്താക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ ആദ്യ കുടിച്ചാലും ആര്യവരകത്തില്ല, രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഇതെല്ലാം വിശ്വസിക്കുന്നവരാൽ നടക്കുന്നതാണ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ ഹല്ലേലൂയ. ഇന്നത്തെ ആ കുറുവാക്യം ഇതാണ്, നത്തിങ് ഈസ് impossible without God. Everything is possible with God. Hallelujah. Rikalaba shandaraba shandarabe udaragadikasya rikalaba shandarabe. കർത്താവിൻ്റെ വശം പറയുന്നു, യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, വിത്ത് മാൻ ദിസ് ഇസ് ഇമ്പോസിബിൾ. മനുഷ്യനാൽ ഇത് ഇമ്പോസിബിൾ ആണ്, ബട്ട് ഗോഡ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മീൻസ് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്നു, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് നീ വലയിറക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, പെരുത്ത മീൻകൂട്ടം നിന്റെ വലയത്തിൽ വീഴും. നമ്മൾ വചനം പഠിക്കുമ്പോൾ കാണാം, പത്രോസ് മുക്കുവനായിരുന്നു. ഹല്ലേലൂയ. എവിടെയാണ് വല എറിയേണ്ടതെന്ന് അറിയാവുന്ന ഹല്ലേലൂയ പത്രോസ് രാത്രി മുഴുവൻ വല എറിഞ്ഞിട്ടും ഹല്ലേലൂയ തനിക്കൊന്നും ലഭിച്ചില്ല. പക്ഷേ യേശു കർത്താവ് അവിടെ കടന്നു വരികയും യേശു കർത്താവിൻ്റെ വാക്കിനാൽ അവിടെ വല എറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടമാണ് ഹല്ലേലൂയ അവിടെ പത്രോസിന് ലഭിച്ചത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഞാൻ 2 സാക്ഷ്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം ഇങ്ങനെയാണ്, ഞങ്ങളുടെ ചർച്ചിൽ നടന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. അവിടെ ഒരു സഹോദരനും അവരുടെ ഭാര്യയും കൂടി ചർച്ചിൽ കുറച്ച് നാളായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരുടെ ബിസിനസ് വളരെ പൊളിഞ്ഞു, ഒരുപാട് കോടികൾ നഷ്ടം അവർക്ക് വന്നു. വീണ്ടും അവർ പ്രാർത്ഥനയിൽ വന്നുകൊണ്ടിരുന്നു. അതിന് 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു, വചനം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അവിടെ ഒരു പ്രോഫറ്റിക് എന്താ പറയുക, ഒരു ബ്രേക്ക് ചെയ്തായിരുന്നു. ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു ശുശ്രൂഷ കർത്താവിൻ്റെ ദാസൻ ചെയ്തു അവിടെ. അപ്പോൾ തന്നെ പല വിഷയങ്ങൾക്കും, അതായത് നിങ്ങൾക്ക് സ്വന്തമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അനേക നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ച് പരാജയപ്പെട്ട വിഷയങ്ങളെ ഒരു പ്രോപ്പർട്ടിക് ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസൻ അവിടെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ ദൈവമകൻ എന്ത് ചെയ്തു, വീണ്ടും അടുത്ത ഒരു ബിസിനസ് എടുത്ത് ചെയ്തു. അവിടെയും പരാജയമായപ്പോൾ ഈ മകൻ വളരെ നിരാശനായിരുന്നു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നിനും പോകത്തില്ല. അത്രയ്ക്കും ചെയ്ത കാര്യങ്ങൾ, മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം
എന്താ പറയുക, പരാജയത്തിലായിരുന്നു. അപ്പോഴാണ് ഈ പ്രോഫറ്റിക് ശുശ്രൂഷ, ഒരു പ്രോഫറ്റിക് ആക്ട്രസ് കർത്താവിൻ്റെ ദാസനോട് ചർച്ചിൽ ചെയ്തപ്പോൾ ഇങ്ങനെ പേപ്പറിൽ എഴുതി, വൈഫ് ഇങ്ങനെ ഇന്ന കാര്യം എന്ന് പറഞ്ഞ് എഴുതിയിടും. ഹസ്ബൻഡ് ചോദിച്ചു എന്താ എഴുതിയിടണേ? ഇല്ല, ഞാൻ വെറുതെ ഒരു കാര്യം എഴുതിയിടുക എന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് പോലും ആ സിസ്റ്റർ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. ഈ ദൈവമകൻ 12 വർഷം മുന്നേ ഒരു വലിയൊരു കേരളത്തിലുള്ള ബിസിനസ്സിലെ ഒരു വ്യവസായിയെ കാണാനായി അവിടെ പോയി മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് ഈ ദൈവമകന്, സഹോദരന് ആ വ്യക്തിയെ കാണാൻ കഴിഞ്ഞില്ല. അന്ന് വിഷമിച്ച് തിരിച്ചു വന്നു. പിന്നെ വേറെ പല പല വിഷയങ്ങളിലായി പോയി. ഈ പ്രോപ്പർട്ടിക്ക് ആക്ട് കഴിഞ്ഞ ആ ആഴ്ച ഈ സഹോദരൻ വളരെ വിഷമിച്ച്, ഭയങ്കര മഴയായിരുന്നു. നമുക്കറിയാം ഇവിടെയൊക്കെ ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. ആ മഴ സമയത്ത് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട്, സ്കൂട്ടറാണ് താൻ ഓടിച്ചിരുന്ന വണ്ടി നിർത്തി ഈ ഒരു ഓഫീസിൻ്റെ സൈഡ് ഷെഡിലേക്ക് വേഗം ഓടിക്കയറി നിന്നു. അവിടെ ഈ മഴ നനഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ വ്യവസായി, അവരുടെ ഓഫീസായിരുന്നു, അവിടെ നിന്ന് ഈ വ്യവസായി തൻ്റെ വലിയ കാറിൽ അതുവഴി മൂവ് ചെയ്യുന്നത് കണ്ടു. അപ്പം ഈ മനുഷ്യൻ, ഇത് 12 വർഷം മുന്നേ ഇങ്ങനെ കാണാൻ ശ്രമിച്ച് ഇനി ഒന്നും നടക്കത്തില്ല, ആ മനുഷ്യൻ പോട്ടെ, അതും ഭയങ്കര പെരുമഴയാണ്. ആ മനുഷ്യൻ ആ കാറ് നിർത്തിയിട്ട് ആ വ്യവസായി ഈ മകനെ വിളിച്ചു, ഇങ്ങ് വരാൻ പറഞ്ഞു. എന്നിട്ട് കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ വന്ന് ഓഫീസിൽ വന്ന് കാണണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ! അപ്പോഴും അത്ഭുതം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഈ മകൻ. കാര്യം എത്രയോ വട്ടം ഈ വലിയ വ്യവസായിയെ കാണാൻ നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ ആ വ്യവസായം അന്ന് കണ്ടിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരന് നല്ലൊരു ബിസിനസ് കിട്ടുമായിരുന്നു, നല്ലൊരു കണക്ഷനിലേക്ക് പോകാമായിരുന്നു. പക്ഷേ അന്നത് തടയപ്പെട്ടു. എന്താണെന്നറിയത്തില്ല. പക്ഷേ ഈ കാർഡ് കൊണ്ട് ഈ വ്യവസായിയെ കാണാൻ പോയപ്പോൾ ആ വ്യവസായി പറഞ്ഞു, എനിക്ക് ഈ പുള്ളി സൈറ്റിൽ വർക്ക് എടുത്ത് ചെയ്യുന്ന ഒരാളും കൂടിയായിരുന്നു, എനിക്ക് ഇന്ന സൈറ്റുകളുണ്ട്, ഇതിലെ വർക്കെല്ലാം ഞാൻ നിനക്ക് തരാം, നീ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പലതും ഇതുപോലാണ്. പരാജയത്തിൻ്റെ മേൽ പരാജയം വീണ്ടും വീണ്ടും വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകും. പക്ഷെ കർത്താവിനൊരു സമയമുണ്ട്. സകലതും നഷ്ടപ്പെട്ടിട്ടും, ഹല്ലേലൂയ, തനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, നഷ്ടപ്പെട്ടിട്ടും താൻ വിശ്വാസത്താൽ നിന്നു, ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ! അപ്പം വിശ്വാസത്തിന് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹല്ലേലൂയ! നമ്മുടെ എന്താ പറയുക, പല ജീവിതത്തിലെ പല പ്രതികൂലങ്ങൾ, ഈ വീണ്ടും ഫെയിലിയേഴ്സ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ശരിയാണ്, നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെ പരാജയത്തിൽ ഇതിനി നടക്കത്തില്ല എന്ന് നമ്മൾ മാറ്റിവെക്കും. അതുപോലെ വേറൊരു സാക്ഷി ഞാൻ നിങ്ങളോട് പറയാം. ഇത് അങ്ങ് സ്വിറ്റ്സർലാൻഡിൽ നടന്നൊരു കാര്യമാണ്. അതും നമ്മുടെ ചേർച്ച് കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവിടുന്ന് ആൾക്കാർ ഇവിടെ ചേർച്ചിൽ പാസ്റ്റർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു ടെസ്റ്റിമണിയാണ്. അവരുടെ കമ്പനി പെട്ടെന്ന് പൂട്ടി, കുറേ പേർക്ക് ജോലി പോയി. അപ്പോൾ ഇവർക്ക് ഹസ്ബൻഡും വൈഫും സെയിം ആ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവരിങ്ങനെ വിഷമിച്ച് കുറേ നാളായി. അവർക്കങ്ങനെ പുറത്ത് ജീവിക്കാൻ നമുക്കറിയാമല്ലോ, സാലറി ക്യാഷ് ഒന്നും ഇല്ലാതെ. നാട്ടിലാണെങ്കിൽ ഒരു ചമ്മന്തി ചോറെങ്കിലും കഴിക്കാം, അവിടെ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അവർ സകലതും നഷ്ടപ്പെട്ടു. വളരെ വിഷമിച്ച് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് ഇടപെട്ടു. നിങ്ങൾ ആ കമ്പനിയുടെ താക്കോൽ എടുത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ താക്കോൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവരതിനെ ഫോട്ടോ എടുത്ത് അവരുടെ ഗ്രൂപ്പിൽ സ്റ്റാറ്റസിലിട്ടു, അവരുടെ സോഷ്യൽ മീഡിയയിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കമ്പനി ഇത്രാമത്തെ ദിവസം ഈ കമ്പനി ഓപ്പൺ ആകുമെന്നൊരു പ്രോഫറ്റിക് ആക്ട് ചെയ്തു. ഇതൊക്കെ ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്, പവറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത് ഞാൻ. അവരെന്ത് ചെയ്തു, അപ്പോൾ കമ്പനിയുള്ള ആൾക്കാരെല്ലാം ഇവർക്ക് മെസ്സേജ് അയച്ചു, അയ്യോ സിസ്റ്ററെ കമ്പനി ഓപ്പൺ ചെയ്യാൻ പോവുകയാണോ, അയ്യോ ഞങ്ങൾ എന്ത് കഷ്ടപ്പെടുമോ, ഞങ്ങൾ കടത്തിന്മേൽ കാടൊക്കെ തീരാറായി, ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോഴും ഇവർക്കറിയത്തില്ല, ഇവർക്ക് ആ ഡേറ്റിൽ കമ്പനി തുടങ്ങുമെന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അവരങ്ങ് വിളിച്ചു പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ഒരു 24th ആയിരുന്നു. ആ 24th ആക്ച്വലി ഇറ്റ് ഈസ് എ സൺഡേ. അന്നൊരു ചേർച്ച് ദിവസമാണ്, അന്നൊരു വർക്കിംഗ് ഡേ പോലുമല്ല. അങ്ങനെ അവർ വിഷമിച്ചു. ഇവരെ എല്ലാവരും വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ആ ദിവസം കമ്പനി ഓപ്പൺ ആകും എന്ന് പറഞ്ഞിട്ട് ഇവർ ആ 24th സൺഡേ ആരാധനയ്ക്ക് കടന്നു പോവുകയാണ്.
ആരാധനയ്ക്ക് കടന്നു പോയിട്ട് അവർ മടങ്ങി ഇറങ്ങി വന്നപ്പോൾ ഈ കമ്പനിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തി കാറിൽ അവിടെ നിൽക്കുകയും അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, നാളെ ഈ കമ്പനി ഓപ്പൺ ആവുക എന്ന് പറഞ്ഞു. അപ്പം നോക്കിക്കോണേ, നമ്മുടെ നാവിൽ നിന്ന് പറയുന്ന ഓരോ പ്രവചന വാക്കുകൾക്കും വളരെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോട് കൂടിയതും വിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളായിരിക്കണമെന്ന് നമ്മളെ വചനം ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം മോശയോട് എത്ര വട്ടം ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയി അവർ ശത്രു വന്നപ്പോൾ അവർ പിന്മാറിപ്പോകാൻ ഓടി വന്നപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മോശ പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്ന എന്താണ്? ആ വടിയെടുത്ത് നീട്ടാനാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞത്. ഈ മോശയുടെ കയ്യിലുള്ള വടിയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? അത് താഴെ ഇട്ടപ്പോൾ പാമ്പായി മാറി. അത് കുനിഞ്ഞ് വീണ്ടും കയ്യിലെടുക്കാൻ തയ്യാറായപ്പോൾ മോശയുടെ കയ്യിൽ ദൈവത്തിൻ്റെ വടിയായി തീർന്നു. ഈ വടി പിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? ശത്രു ഇട്ട വടി, ശത്രു ചെയ്ത മന്ത്രവാദത്തെ മുഴുവൻ ഇതങ്ങ് വിഴുങ്ങുമായിരുന്നു. ഹല്ലേലൂയ. ഈ വടി പുതിയ നിയമത്തിൽ കാണിക്കുന്നത് നമ്മുടെ അധികാരത്തെയാണ്. ഹല്ലേലൂയ. നമ്മൾ ചില അധികാരത്തിൽ ഹല്ലേലൂയ ദിവസങ്ങൾ ചിലത് കൽപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തെ കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ ജൂൺ മാസം ചില വാതിലുകൾ തുറക്കപ്പെടുമെന്ന്. ആർക്കെങ്കിലും ഹല്ലേലൂയ ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഈ 10 പേര്, ഇപ്പോൾ 10 പേരാണുള്ളത്, ഇത്രയും പേരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വാതിലുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ എസ് എന്നിടുക, അല്ലെങ്കിൽ ഒരു മറ്റേ നമ്മുടെ തമ്പ് കാണിച്ചാലും മതി. ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അങ്ങനെ കാണിക്കുക. കാരണം എൻ്റെ ജീവിതത്തിൽ നടന്നു, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത് ഞാൻ പറയാം നിങ്ങളോട്. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പം ഈ വടി ഉള്ളതിനെതിരായി സംസാരിച്ച, ഈ വടിക്ക് വിരോധമായിട്ട് സംസാരിച്ച മിരിയാം കുഷ്ഠരോഗിയായി തീർന്നു നമുക്കറിയാം. പിന്നെ എന്താണ്? മോശയുടെ വടി അഹരോൻ്റെയും വടിയായിരുന്നു അല്ലേ? ഈ വടി ഉള്ളവർക്ക് എതിരായി മത്സരിച്ചാൽ ശിക്ഷയുണ്ടാകും. അങ്ങനെയാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഈ അധികാരം തെളിയിക്കുന്ന വടിയാണിത്. ഹല്ലേലൂയ. ചെങ്കടൽ തീരത്ത് നമുക്കറിയാം, ഹല്ലേലൂയ, അവിടെ ചെങ്കടൽ പിളരാൻ ഉപയോഗിച്ചത് ഈ അധികാരത്തിൻ്റെ വടിയാണ്. ഹല്ലേലൂയ. രഫീദീമിൽ എന്താണ് സംഭവിച്ചത്? മരുഭൂമിയിൽ രഫീദീമിൽ എത്തിയപ്പോൾ ഇസ്രായേലിന് കുടിപ്പാൻ വെള്ളമില്ലാതെയായി. ഹല്ലേലൂയ. വെള്ളത്തിന് വേണ്ടി മോശയോട് അവൻ കലഹിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൊണ്ട് നീ നദിയെ അടിച്ച വടി കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുമ്പാകെ കടന്നു പോവുക. ഹല്ലേലൂയ. ഓ റിഖാറ ബഷാന്തര യഹോവ പറഞ്ഞു, ഓരേബിൽ നിന്റെ മുമ്പാകെ ഞാൻ പാറമേൽ നിൽക്കും, നീ പാറയടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ദൈവം പറഞ്ഞത് മോശ വിശ്വസിച്ചു. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ദൈവം എന്തു പറഞ്ഞോ അത് നമ്മൾ വിശ്വസിക്കണം. ആധാരബ ശിഖറബ, നമ്മുടെ ഈ ദൈവവചനത്തിലെ ഓരോ വാക്കുകളിൽ ലോഗോസാണ്. അത് റേവയായി ദൈവശബ്ദം നമ്മൾ ചിലപ്പോൾ ഒരു ദേവദാസന്മാരിലൂടെ ആയിരിക്കും കേൾക്കുന്നത്. ഹല്ലേലൂയ. വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റേമ വാക്കായി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നതായിരിക്കും. അത് നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് നമ്മൾ പാദങ്ങൾ വെക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. കുടാരഗതികസ്യ റീബലവശന്തരടബേ കുടാരഗതികസ്യ. അവിടെ ജനം വെള്ളമില്ലാതെ നിലവിളിച്ച് അവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സ്വർഗത്തിലെ കർത്താവ് മോശയോട് പറഞ്ഞു, നിനക്ക് തന്നിരിക്കുന്ന വടിയെടുത്ത് ആ പാറമേൽ അടിക്കണം. ഹല്ലേലൂയ. അതുപോലെ സംഭവിച്ചു. എന്താണ്? അവിടെ വെള്ളം പുറപ്പെട്ടു, ജനത്തിൻ്റെ ദാഹം തീർന്നു. അതുപോലെ അമാലോക്യരുടെ മേൽ നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ അമാലോക്യരുടെ മേൽ ഹല്ലേലൂയ ജയം കൊടുത്തത് ഈ വടിയാണ്. ഹല്ലേലൂയ. ഓ റിഖാല ബശന്തരടബ. നമുക്കെതിരായി ചിലത് എഴുന്നേക്കും, പക്ഷെ നമ്മൾ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഈ ജൂൺ മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ 5 മിനിറ്റും കൂടെ ഉണ്ട്. എൻ്റെ തന്നെ ടെസ്റ്റ് മണി ഞാൻ പറയാം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ടെന്ന്. എൻ്റെ ഏർണിങ്സ് അതാണ്. ഞാനൊരു വിഡോവാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഏർണിങ്സ് അതാണ്. ഞാനതിലൂടെ കർത്താവിൻ്റെ വേലയും ചെയ്യുന്നു.
അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള കാനഡയിലുള്ള ഒരു ഫ്രണ്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്നതും എൻ്റെ എല്ലാ പ്രോഡക്ട്സും വാങ്ങിയതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല. പുള്ളിക്കാർക്ക് പോലും അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് നാട്ടിലേക്ക് വരുമെന്നുള്ളത്. എനിക്കറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഷിഫ്റ്റ് ആവണേ നമുക്ക് പോലും വിചാരിക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചത്തെ ചർച്ചിലെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ പ്രോഫറ്റിക്കായിട്ട് വീണ്ടും ഒരു ആക്ട് ചെയ്തു. അതായത് നമ്മുടെ സാമ്പത്തിക നന്മകളിൽ ശത്രു വെച്ചിരിക്കുന്ന എന്താ പറയുക, എഗൻസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും വെട്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എനിക്ക് വന്ന ആ സൺഡേ കഴിഞ്ഞ് ഇപ്പം ഇന്ന് ട്യൂസ്ഡേ ആണ്, ഇന്നലെ മൺഡേ മാത്രം കർത്താവിൻ്റെ കൃപയാൽ ചില ബിസിനസ്സുകൾ വന്നു. ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. ഇടയ്ക്കൊരു എന്താ പറയുക, ഒരു ഷോർട്ടേജ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് വീണ്ടും ആ ഉറവ് തുറന്നു. നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സാണെങ്കിലും നമ്മുടെ കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ്, നമ്മളതെടുത്ത് വിശ്വാസത്താൽ ചില കാര്യങ്ങൾ നമ്മൾ ദൈവമക്കളെ വിളിച്ചു പറയുവാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിൻ്റെ മേൽ വിടുതൽ ലഭിക്കും, അത്ഭുതം നടക്കും. കാരണം ഇത് നമ്മളിപ്പം ആരാണ്? ദൈവത്തിൻ്റെ മകനും മകളുമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ എല്ലാ ബ്ലെസ്സിങ്സും ഓൾറെഡി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിനെ എല്ലാം അധികാരം ഉപയോഗിച്ച്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നമ്മൾ അതിനെ നേടിയെടുക്കണം. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ ചെയ്തതിൽ എന്നിൽ വിശ്വസിക്കുന്ന അനേക കാര്യങ്ങൾ യേശു കർത്താവ് 3.5 വർഷം ശുശ്രൂഷയിലൂടെ ചെയ്തു. അതേത് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ 40 ദിവസം ഉണ്ടായിരുന്നു. കർത്താവ് അനേക കാര്യങ്ങൾ ചെയ്തു, ശിഷ്യന്മാരിലൂടെ ചെയ്തു. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാളും അധികം നിങ്ങൾ ചെയ്യും. എപ്പോഴാണ് ദൈവമക്കളെ? നമ്മൾ ദൈവം തന്ന അധികാരം നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. രാമാനാലബ ഷിഖ ബാബാ 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 ഓറിഖ ബാബാ 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 ഓറിഖ ബാബാ ബാബാ ബാബാ. മോശയുടെ കയ്യിൽ അധികാരത്തിൻ്റെ വടി ഉണ്ടായിരുന്നു, പക്ഷേ അത് മോശ ഉപയോഗിച്ചാൽ മാത്രമാണ് അവിടെ അത്ഭുതം നടന്നത്. കുടാരക ദിഗസ്യ റീബലവ ശന്തരലബേ ഉടാരക ദിഗസ്യ ഓറികളെ ജൂൺ മാസം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്പിരിച്വൽ വൈസ് ആണെങ്കിലും, മിനിസ്ട്രി ലെവലിലാണെങ്കിലും, നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും, ഫാമിലി ലൈഫിലാണെങ്കിലും, ഈ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പുതിയ പുതിയ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളത് വിശ്വസിക്കണം. വിശ്വസിക്കാതെ നമുക്കത് പ്രാപിക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മളെന്താണ് ആ വിശ്വാസം എന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വർഷങ്ങളാൽ നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കരം ഈ വിഷയത്തിൻ്റെ മേൽ, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ ഈ ആഴ്ചകളിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അത്ഭുത സാക്ഷ്യങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങളെ പറയുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം ആ സിസ്റ്ററിൻ്റെ വിഷയത്തിന് മേൽ പ്രവർത്തിച്ചേ മതിയാവൂ കർത്താവേ. ഒരത്ഭുത സാക്ഷിയായി എൻ്റെ ദൈവ സിസ്റ്ററിനെ നിർത്താൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ എല്ലാവരുടെ വിഷയങ്ങളെ അപ്പൻ അതിൽ അത്ഭുതം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഈ ദിവസങ്ങൾ we are going to, hallelujah, lift up your name. We are going to glorify your wonders and miracles, Daddy. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്കും അപ്പനെ നദിയോട് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നജീബ് പാസ്റ്റർ